ഹലോ വ്യൂവർ, IVF ജിനിയുടെ മറ്റൊരു എപ്പിസോഡിലേക്ക് വീണ്ടും സ്വാഗതം. IVF ചെയ്തു. ഇനി നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും നിർണായകമായ കുറച്ച് ദിവസങ്ങൾ, ആ 2 ആഴ്ചത്തെ കാത്തിരിപ്പ്. ഈ സമയത്ത് എന്താണ് നടക്കുന്നത് നിങ്ങൾക്കറിയാമോ? ട്രാൻസ്ഫർ ചെയ്ത എംബ്രിയോ നിങ്ങളുടെ യൂട്രസിലെത്തി അവിടെ ഇംപ്ലാന്റ് ചെയ്യാൻ ശ്രമിക്കുകയാണ്. ഈ ഇംപ്ലാന്റേഷൻ വിജയിച്ചാൽ മാത്രമേ പ്രഗ്നൻസി ആരംഭിക്കുന്നത്. അപ്പോൾ ഇംപ്ലാന്റേഷൻ ബൂസ്റ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അതാണ് ഇന്നത്തെ വീഡിയോ ഞാൻ സംസാരിക്കുന്നത്. ആദ്യമായിട്ട് മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക. പ്രത്യേകിച്ച് പ്രൊജസ്ട്രോൺ സപ്പോർട്ട് ഇത് യൂട്രൈൻ ലൈൻ തിക്കാക്കുന്നതിനും എംബ്രിയോ അറ്റാച്ച് ചെയ്യാനും സഹായിക്കുന്നു. ഒരു ഡോസ് പോലെ മിസ്സാക്കരുത്. ടൈം മിസ്സാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രണ്ടാമതായിട്ട് ശരിയായി ആക്ടിവിറ്റി ബാലൻസ് ചെയ്യുക. കംപ്ലീറ്റ് ബെഡ് റെസ്റ്റ് വേണ്ട, അത് നമുക്ക് ഓവർ ടെൻഷൻ ഉണ്ടാക്കും. പക്ഷേ ഓവർ ആക്ടിവിറ്റി അവോയ്ഡ് ചെയ്യണം. പിന്നെ സ്റ്റെയർസ് അധികം കയറരുത്, ഹെവി വെയിറ്റ് എടുക്കരുത്, ലോങ് യാത്ര ചെയ്യരുത്, നിർത്തി പോകാം. പിന്നെ യാത്ര ചെയ്യുകയാണെങ്കിൽ യൂറിൻ ഹോൾഡ് ചെയ്യാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ഉണ്ടാക്കും, അതും ഇംപ്ലാന്റേഷന് തടയാനായിട്ട് കാരണമാകും. ഓക്കെ, മൂന്നാമതായിട്ട് പറയുകയാണെങ്കിൽ യൂട്രസിലേക്ക് നല്ല ബ്ലഡ് ഫ്ലോ എത്തിയാൽ മാത്രമാണ് ഇംപ്ലാന്റേഷൻ നടക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫുൾ ടൈം ബെഡ് റെസ്റ്റ് എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ബ്ലഡ് ഫ്ലോ കിട്ടത്തില്ല. അതിന് വേണ്ടിയിട്ട് ലൈറ്റ് വാക്കിംഗ്, പിന്നെ ജെന്റിൽ മൂവ്മെൻറ്റ് ഒക്കെ ഓക്കെയാണ്. അതായത് പൂർണ്ണമായിട്ട് അതായത് ഇമ്മൊബിലിറ്റി നമുക്ക് റിവേഴ്സ് എഫക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് നടക്കുകയൊക്കെ വേണം. അതായത് ബ്ലഡ് ഫ്ലോ യൂട്രസിലേക്ക് ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നാലാമതായിട്ട് പറയുവാണെങ്കിൽ ഇംപ്ലാന്റേഷൻ ഫ്രണ്ട്ലി ഡയറ്റ് ഫോളോ ചെയ്യുക. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നുണ്ട് ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണം, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യണമെന്ന്. അതായത് ഇംപ്ലാന്റേഷന് ഹെൽപ്ഫുള്ളാക്കാൻ വേണ്ടി പ്രോട്ടീൻ വേണം, അയൺ വേണം, ഫോളിക് ആസിഡ് വേണം. ഇതെല്ലാം തന്നെ നമ്മുടെ ഫുഡിൽ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ നട്ട്സ്, സീഡ്സ്, പാലും നല്ലതാണ്. ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യുക. ഡേറ്റ്സ് കഴിക്കാതിരിക്കാൻ നല്ലത്. ആദ്യത്തെ 3 മാസം അതായത് ഇത്തിരി ചൂടാണ്, അപ്പോൾ അതുകൊണ്ട് അത് കഴിക്കാതിരിക്കാൻ നല്ലത്. ജങ്ക് ഫുഡ് അവോയ്ഡ് ചെയ്യണം, ബേക്കറി ഫുഡ് അവോയ്ഡ് ചെയ്യണം, എക്സസ് ഷുഗർ അവോയ്ഡ് ചെയ്യണം, വറുത്തതും പൊരിച്ചതും അവോയ്ഡ് ചെയ്യണം. നമുക്ക് അത് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാക്കാം, അതുകൊണ്ടാണ് കേട്ടോ വയറിന് ട്രബിൾ ഉണ്ടാക്കാം. അതുകൊണ്ട് വറുത്തതും പൊരിച്ചതും അധികമായിട്ട് ഉപയോഗിക്കരുത്. പിന്നെ ഗ്രീൻ ലീഫി, അതായത് ഫോളിക് ആസിഡ് എന്ന് പറയുന്നത് ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഒമേഗ 3 ഫാറ്റി ആസിഡ് അല്ലെങ്കിൽ മത്തി തുടങ്ങിയ, പിന്നെ ചെറുമത്സ്യങ്ങൾ കാൽസ്യം റിച്ച് ആണ്, അങ്ങനെ അതെല്ലാം കഴിക്കാം. പ്രോട്ടീൻസിലാണ് നമുക്ക് നട്ട്സ്, സീഡ്സ് ഒക്കെ ഉള്ളത്, അതെല്ലാം കഴിക്കാം. അഞ്ചാമതായിട്ട് കഫേൻ്റെ ഉപയോഗം കുറയ്ക്കുക. അതായത് ഒരു ദിവസം ഒരു കാപ്പി ഓക്കെ, അത് നല്ല കുഴപ്പമൊന്നുമില്ല, പക്ഷെ അതിൽ കൂടുതൽ അധികമായിട്ട് വേണ്ട. പിന്നെ ആൽക്കഹോള്, സ്മോക്കിംഗ് ഒക്കെ ഉള്ള ആൾക്കാർ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നിർത്തുക. ആറാമതായിട്ട് ബോഡി ഹൈഡ്രേഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരു ദിവസം 2-3 ലിറ്റർ വെള്ളം കുടിക്കുക. യൂട്രസിലേക്ക് ബ്ലഡ് ഫ്ലോ സർക്കുലേഷന് വേണ്ടിയിട്ട് വെള്ളം കുടിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ദിവസം 2-3 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കുക. പിന്നെ ഏഴാമതായിട്ട് പറയുകയാണെങ്കിൽ ഡോക്ടർ സജസ്റ്റ് ചെയ്താൽ മാത്രം സപ്ലിമെൻറ്റ്സ് എടുക്കുക. ഡോക്ടർ പറയുന്ന മെഡിസിൻസ് എന്താണ് അതൊക്കെ നമ്മൾ എടുക്കുക. ഇപ്പോൾ ഞാൻ വിറ്റാമിൻ സി, വിറ്റാമിൻ ഡി, പിന്നെ ഫോളിക് ആസിഡ്, ഇതൊക്കെയാണ് ഞാൻ കഴിച്ചിരുന്നത് കേട്ടോ. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. പിന്നെ നമുക്ക് എൻ്റെ ഫസ്റ്റ് സൈക്കിളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജസ്ട്രോണിൻ്റെ ഇഞ്ചക്ഷൻ ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അനക്സെപ്പാരിനൊക്കെ ഉണ്ടായിരുന്നു, അത് ബ്ലഡ് ഫ്ലോ കൂട്ടുന്നതിനും അങ്ങനെയൊക്കെ വേണ്ടിയിട്ട് ഉണ്ടായിരുന്നു. പിന്നെ എന്താ പറയുക, അങ്ങനെ അത് ഞാൻ എടുത്തിരുന്നു കേട്ടോ. അപ്പോൾ അത് ഓരോരുത്തർക്ക് അതനുസരിച്ച് ഡോക്ടർ സജസ്റ്റ് ചെയ്യും, അതനുസരിച്ചുള്ള മെഡിസിൻസ് കഴിക്കാം. നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഒരു മെഡിസിൻ പോലും അധികം കഴിക്കാതിരിക്കുക. പിന്നെ എട്ടാമതായിട്ട് പറയുവാണെങ്കിൽ സ്ട്രെസ് ആൻഡ് ആങ്സൈറ്റി നമ്മൾ കൺട്രോൾ ചെയ്യുക. ഈ സമയത്ത് ഇതൊക്കെ സ്വാഭാവികമാണ്, പക്ഷെ എന്നാൽ പോലും നമ്മൾ മനസ്സിനെ കൺട്രോൾ ചെയ്ത് വയ്ക്കുക. ഓവർ തിങ്കിങ് ഒഴിവാക്കുക. അതായത് നമുക്ക് ടെൻഷൻ വരുമ്പോൾ നമ്മുടെ ശരീരത്തിൽ കോർട്ടിസോൾ ഇൻക്രീസ് ആകും. അതെന്ന് പറയുമ്പോൾ അങ്ങനെ ഇൻക്രീസ് ആകുമ്പോൾ നമ്മുടെ ശരീരത്തിലെ ഹോർമോൺ ബാലൻസ് അത് ബാധിക്കും. അതുകൊണ്ട് അപ്പോൾ അത് ഇംപ്ലാന്റേഷൻ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് മൈൻഡ് കാമാക്കാനായിട്ട് ശ്രമിക്കുക. അതിനുവേണ്ടി ഡീപ്പ് ബ്രീത്തിങ് ചെയ്യാം, പിന്നെ പ്രാർത്ഥിക്കാം, മെഡിറ്റേഷൻസ് വേണമെങ്കിൽ ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. എപ്പോഴും നമ്മൾ കാമായിട്ടിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. 9ആയിട്ട് ബോഡി സിഗ്നൽസ് ശ്രദ്ധിക്കുക. നമ്മുടെ ബോഡിയെ നമുക്ക് മാത്രമേ കറക്റ്റ് അറിയാൻ പറ്റുള്ളൂ. ഈവൻ നമ്മൾ കാണുന്ന ഡോക്ടർക്ക് പോലും നമുക്ക് എന്താണ് സംഭവിക്കുന്നത് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിച്ചെന്നില്ല. നമ്മളാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. മൈൽഡ് ക്രാംസ്, സ്പോട്ടിങ് ഇതൊക്കെ ഉണ്ടാകും, പക്ഷെ അതൊക്കെ നോർമലായിരിക്കാം. പക്ഷേ സിവിയർ ആയിട്ടുള്ള പെയിന്, ഹെവി ബ്ലീഡിങ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കുക. എന്ന് വെച്ചിട്ട് ചെറിയ സിംറ്റംസ് കാണുമ്പോഴത്തേക്ക് ഓവർ തിങ്ക് ചെയ്ത് പോയിട്ട് ഡോക്ടറെ കാണേണ്ട കാര്യമില്ല കേട്ടോ. മറ്റൊരു പ്രധാന സംശയം എന്ന് പറഞ്ഞാൽ ബെഡ് റെസ്റ്റ് എടുത്താൽ ഇംപ്ലാന്റേഷൻ ഉറപ്പാണോ?
അങ്ങനെയൊന്നുമില്ല. സത്യം പറഞ്ഞാൽ അല്ല. ഇംപ്ലാന്റേഷൻ മെയിൻലി ഡിപ്പെൻഡ് ചെയ്യുന്നത് എംബ്രിയോ ക്വാളിറ്റി, യൂട്രൽ റിസപ്റ്റിവിറ്റി, ഹോർമോൺ ബാലൻസ്, ഇവയൊക്കെയാണ് ഇംപ്ലാന്റേഷൻ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ബെഡ് റെസ്റ്റ് എടുത്തു എന്നുള്ളത് കൊണ്ട് എംബ്രിയോ ഇംപ്ലാന്റ് ചെയ്യാനും ചെയ്യാതിരിക്കാനും അങ്ങനെയൊന്നുമില്ല. ബെഡ് റെസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നെസസിറ്റി ആയിട്ടുള്ള ഒരു കാര്യമല്ല. ഇനിയിപ്പോൾ നിങ്ങൾ എന്തെങ്കിലും തെറ്റ് ചെയ്തതുകൊണ്ട് ഫെയിലിയർ സംഭവിക്കുന്നു അങ്ങനെയൊന്നും ചിന്തിച്ചിട്ട് കാര്യമില്ല. ചിലരങ്ങനെ ചിന്തിക്കും. ഈ ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. നിങ്ങളുടെ IVF എന്ന് പറയുമ്പം നമ്മൾ കയറ്റിറക്കത്തിലൂടെയാണ് ഇതിന് കടന്നു പോകേണ്ടി വരുന്നത്. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഓവറായിട്ട് സ്ട്രെസ് ചെയ്ത് ഇരിക്കാതിരിക്കുക, മൈൻഡിനെ കാമാക്കി വയ്ക്കുക, പോസിറ്റീവ് റിസൾട്ട് ആയിരിക്കും പ്രതീക്ഷിച്ചിട്ട് തന്നെ ഇരിക്കുക. ഒരു തരത്തിലും എന്താ പറയുക പ്രതീക്ഷ കൈവിടരുത്. നിങ്ങളുടെ മിറക്കിൾ നിങ്ങളിലേക്ക് വരാനായിട്ട് സമയമെടുക്കും. അത് അതിൻ്റെ സമയമാകുമ്പോൾ വരും. നമ്മൾ എന്തൊക്കെ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഒക്കെ. പക്ഷെ എന്നാലും നമ്മുടെ ഭാഗത്തുനിന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഡോക്ടർ തന്ന മെഡിസിൻസ് എടുക്കുക, ഹെൽത്തി ഫുഡ് കഴിക്കുക. ഓക്കെ, ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും എന്താ പറയുക നമുക്കൊരു സക്സസ് ഒരു ദിവസം കിട്ടും. അപ്പോൾ എല്ലാവർക്കും ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ കിട്ടട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യണം. അപ്പോൾ ഓക്കെ, താങ്ക് യു.